ഗുരുവായൂർ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയഭീതി പൂണ്ട UDF വീണ്ടും വർഗീയ ശക്തികളുമായി അവിശുദ്ധ സഖ്യത്തിലായിരിക്കുകയാണെന്ന് LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി. ഈ വസ്തുതയുടെ വികൃത മുഖം മറച്ചുവെക്കാനാണ് കഴിഞ്ഞ ദിവസം VM സുധീരൻ മുൻകൂർ ജാമ്യമെടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവനയിലൂടെ ശ്രമിച്ചതെന്നും LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോൾ രൂപപ്പെടുത്തിയിട്ടുള്ള സഖ്യത്തിൽ ജമായത്ത് ഇസ്ലാമിയെ കൂടി ഉൾപ്പെടുത്തി കോലീബി ജെ സഖ്യമാക്കി ഈ അവിശുദ്ധ സഖ്യത്തെ കോൺഗ്രസ് വിപുലീകരിച്ചിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. വർഗീയ ശക്തികളുമായി കൂട്ടുകൂടാതിരുന്നതുകൊണ്ടാണ് 2020 ഗുരുവായൂരിലെ ഭരണം നഷ്ടപ്പെടാൻ കാരണമെന്ന VM സുധീരന്റെ പ്രസ്താവന വിചിത്രമാണ്. ഇതിലൂടെ UDFന് നിലമെച്ചപ്പെടുത്താൻ വർഗീയ ശക്തികളുടെ പിന്തുണ വേണമെന്ന് പരോക്ഷമായി അദ്ദേഹം സമ്മതിക്കുകയും ഇപ്പോൾ രൂപം കൊണ്ട അവിശുദ്ധ വർഗീയ കൂട്ടുകെട്ടിനെ ന്യായീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ചില വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പ്രചരണത്തിന് തന്നെ ഇറങ്ങുന്നില്ലെന്നും നേതാക്കൾ ആരോപിച്ചു. ഗുരുവായൂർ നിയോജകമണ്ഡലത്തിലാകെ കോലീബി ജെ സഖ്യം സജീവമാണെന്നും കടപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ BJP സ്ഥാനാർത്ഥിയില്ലാത്തത് അതിന്റെ തെളിവാണെന്നും LDF നേതാക്കൾ പറഞ്ഞു. പരാജയഭീതിയിൽ BJPയും UDFും ജമായത്തെ ഇസ്ലാമിയും ഉണ്ടാക്കിയ വർഗീയ അവിശുദ്ധ സഖ്യത്തെ തകർത്തെറിയാൻ ഗുരുവായൂരിലെ ജനത തയ്യാറായതിന്റെ തെളിവാണ് അഭൂതപൂർവമായ LDF മുന്നേറ്റവും LDFനുള്ള ജനപിന്തുണയും സൂചിപ്പിക്കുന്നതെന്നും LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ PT കുഞ്ഞുമുഹമ്മദും ജനറൽ കൺവീനർ C സുമേഷും പറഞ്ഞു. CPI മണ്ഡലം സെക്രട്ടറി CV ശ്രീനിവാസൻ, RJD നേതാവ് PI സൈമൺ, JDS ജില്ലാ സെക്രട്ടറി M മോഹൻദാസ്, NCP നേതാവ് K ബാലകൃഷ്ണൻ, RH അബ്ദുൽ സലീം, അനൂപ് പെരുമ്പുലാവിൽ, PS ജയൻ, KR സൂരജ്, GK പ്രകാശ് സ്വാമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരും ഗുരുവായൂർ നഗരസഭയിൽ അധികാരത്തിൽ വരാതിരുന്നത് വർഗീയ ശക്തികളുമായി കൂട്ടുകൂടാതിരുന്നത് കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. എന്ന് പറഞ്ഞാൽ പരോക്ഷമായിട്ട് അദ്ദേഹം വർഗീയ ശക്തികളുമായി കൂട്ടുകൂടാതിരുന്നത് ഒരു ദൗർഭാഗ്യകരമായി പോയി എന്ന് സമ്മതിക്കുകയാണ് ചെയ്തു. അതുകൊണ്ടാണ് ഭരണം നഷ്ടപ്പെട്ടതെന്നും അത് ഈ പ്രാവശ്യം അങ്ങനെ ചെയ്താലേ ഭരണം കിട്ടുമെന്നുള്ള ഒരു പരോക്ഷമായിട്ടുള്ള വർത്തമാനമാണ് VM സുധീരൻ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ന്യായീകരിക്കുകയാണ്. ഇപ്പോൾ ഗുരുവായൂരിലെ മിക്കവാറും എല്ലാ വാർഡിലും UDF BJP ധാരണ പരസ്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ആ പരസ്യമായി കഴിഞ്ഞ ധാരണയെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ വികൃതമായിട്ടുള്ള ശ്രമം. ഈ അവിശുദ്ധ സഖ്യത്തിൻ്റെ വികൃതമായ മുഖം മറച്ചുവെക്കാനുള്ള ബോധപൂർവമായ പരിശ്രമമാണ്